കർത്താവേ, ഈ സമയത്ത് അങ്ങയുടെ വചനങ്ങൾ ഞങ്ങൾക്ക് നൽകണം. വചനങ്ങൾ ഗ്രഹിക്കാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിനെ നൽകണം. അമ്മേ, പരിശുദ്ധമേ ദൈവമാതാവേ, അനേകായിരങ്ങൾ ഇപ്പോൾ നാനാ ഭൂഖണ്ഡങ്ങളിലെ ഈ ഓൺലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരെയും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുൾമരമെരിയാതെ എരുതി നടുവിൽ നീ മോശയ്ക്ക് കണ്ട കാലം മുതലേ കർത്താവേ, അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തെ ഇപ്പോഴും അനുസ്മരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് ഭൂമിയിലെ നിൻ്റെ മനുഷ്യാവതാരം സാധിച്ച നിൻ്റെ കാരുണ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സ്നേഹത്താൽ നീ സ്വയം ബലിവസ്തുവായി തീർന്ന കാൽവരിയിലെ ദഹരാഗ്നിയെ ഞങ്ങൾ ആരാധിക്കുന്നു. സ്തുതികട ഹല്ലേലൂയ. കർത്താവേ, നിന്റെ തിരുമുറിവാടുന്ന വലതുകരത്താൽ നിന്റെ നാഥനും രക്ഷകനുമായി അംഗീകരിച്ച് ആരാധിക്കുന്ന ഓരോ മകൻ്റെയും മകളുടെ മേലും അവരുടെ ജീവിത വിശുദ്ധി എന്തു തന്നെയായാലും കർത്താവേ, ഞങ്ങളുടെ വിശുദ്ധിയേക്കാൾ വലുതാണ് നിന്റെ കാരുണ്യം. കർത്താവേ, നിന്റെ കാരുണ്യം അങ്ങ് പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 63 കർത്താവെ 3 പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ വലുതാണ്. കർത്താവെ, ജീവനേക്കാൾ വലുതായ നിന്റെ കാരുണ്യം ഇതിനെ അവകാശികളാക്കാൻ അർഹരാക്കുവാൻ ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതികട ഹല്ലേലൂയ. ഈശോ ഉദരഭാഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഉദര രോഗമുള്ളവരെ ഇപ്പോൾ ഉദരത്തിൽ കൈവച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടതാണ്. കർത്താവ് നിങ്ങളുടെ മരുന്നിനും ലേപനത്തിനും സുഖപ്പെടുത്താനാവാത്ത നിങ്ങളുടെ ഉദര രോഗങ്ങളെ കർത്താവ് ഇപ്പോഴും സുഖപ്പെടുത്തും. ദയവായി ഭക്തിയോടെ ഉദരത്തിലെ രോഗമുള്ളവർ മാത്രം കൈകൾ വെക്കേണ്ടതാണ്. മക്കളില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് അടിവയറ്റിൽ കൈകൾ വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ്, ഞങ്ങൾ ഉദര രോഗികളെ ഇപ്പോൾ അനുസ്മരിക്കുന്നു. മനുഷ്യന് ബാക്കി എല്ലാ അഭിവൃദ്ധികളുണ്ടായാലും ഉദരത്തെ രോഗമാണെങ്കിൽ കർത്താവെ, മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടും. അവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യണമെന്നുള്ള ചിന്തയായി അവൻ മനസ്സ് വിഷമിക്കും. അങ്ങനെ വിഷമമുള്ളവരെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. കർത്താവെ, അങ്ങ് പലസ്തീനയിലുണ്ടായിരുന്ന കാലത്ത് അങ്ങനെ ശാരീരികമായ സാന്നിധ്യത്തിലേക്ക് ജനങ്ങളെ, രോഗികളെ കൊണ്ടുവന്നുവെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോഴും ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തേക്ക് രോഗികളെ കൊണ്ടുവരികയാണ്. കർത്താവെ, ആ രോഗികളെ നിൻ്റെ തിരുമുറിവാണെന്ന് വലത് കരുത്താൽ കുടലിൽ അൾസറുള്ളവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ കരങ്ങൾ ഉദര രോഗമുള്ളവരെ സ്പർശിക്കട്ടെ. കർത്താവെ, ഉദര രോഗമുള്ളവരെ, കർത്താവ് അൾസർ രോഗികളെ, അരിസസ് രോഗികളെ, കർത്താവെ, ഉദരത്തിൽ പുണ്ണുള്ളവർ, കർത്താവെ, ഉദരത്തിൽ നീര് കെട്ടുന്നവർ, കർത്താവെ, ഉദരം ക്രമാതീതമായി വളരുന്നവർ, കർത്താവെ, ഈശോ ആഹാരത്തിന് മടുപ്പുള്ളവർ, കർത്താവെ, ആഹാരം ദഹിക്കാത്തൊരു, കർത്താവെ, ഈശോ വ്യത്യസ്തങ്ങളായ ആന്തരിക ഉദരത്തിൻ്റെ അവയവങ്ങളെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭാശയ രോഗങ്ങൾ, കർത്താവെ, ഉദരാശയ രോഗങ്ങൾ, കർത്താവെ, സിസ്റ്റുകൾ, കർത്താവെ, ഈശോയെ, കുടലിൽ പുള്ളറുള്ള ഒരു, കർത്താവെ, വ്യത്യസ്തമായ ഉദരഭാഗങ്ങളെ അത് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ ഉദര രോഗങ്ങൾ മാറിപ്പോകട്ടെ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് സാക്ഷ്യം പറയേണ്ട ഒരു സാക്ഷ്യമാണിത്. അതായത് ഉദരത്തിൽ നിന്ന് അറിയാതെ പോകുന്നവരെ, മലമൂത്രങ്ങൾ അറിയാതെ പോകുന്നവരില്ലേ, അവരെ ഒരു രോഗത്തിന്, ഒരു മരുന്നിനെ സുഖപ്പെടുത്താനാവാത്തവരെ അത്ഭുതകരമായി ഈശോ ഇപ്പോൾ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം കാണിക്കുന്ന സന്ദേശം ഈ മൂക്കിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒലിപ്പുണ്ടാകുന്നവരാണ്. ചിലപ്പോൾ അലർജി ഉണ്ടാകാം,
വിട്ടുമാറാത്ത ജലദോഷമാകാം, ചിലപ്പോൾ സൈനസൈറ്റിസ് ആകാം, എന്തുമായിക്കൊള്ളട്ടെ നിങ്ങൾ നെറ്റിയിൽ കൈവെക്കുക. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ, ശിരസംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ENT ആയിട്ടുള്ള എല്ലാ രോഗങ്ങളുള്ളവർ നെറ്റിയിൽ കൈവെക്കേണ്ടതാണ്. കർത്താവിൻ്റെ സ്വർഗീയമായ കരുണയുടെ സമയമാണിത്. ദയവായി ഈ സമയത്തെ, ഈ നിമിഷത്തെ അങ്ങ് തിരിച്ചറിയണം, എളിമയോട് തിരിച്ചറിയണം. കർത്താവിൻ്റെ ദൃശ്യത്തെ പശ്ചാത്താപത്തോടെ അനുഗ്രഹത്തിൻ്റെ നിമിഷത്തെ ദൈവപൈതലെ നീ തിരിച്ചറിയുക. എന്നിട്ട് നെറ്റിയിൽ നിന്റെ കർത്താവിൻ്റെ നാമത്തിലെ, നിന്റെ കർത്താവിൻ്റെ നാമത്തിലെ നീ നെറ്റിയിൽ കൈവെക്കുക. കർത്താവിൽ സൈനസൈറ്റിസ് രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മെനിഞ്ചൈറ്റിസ് വന്നതിന് ശേഷം അതിൻ്റെ കേടുപാടുകളുള്ള വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കർത്താവ് അവരെല്ലാം നീ സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു. തലഞ്ഞെരുമ്പുകളിൽ ബ്ലോക്കുള്ളവരെ സ്പർശിച്ച് പ്രാർത്ഥിക്കുന്നു. തലഞ്ഞിറക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചെവി കേൾക്കാൻ പാടില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ചെവിയിൽ സിസ്റ്റ് വളരുന്ന സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കണ്ണിന് കാഴ്ചയുള്ളവരെയും കുറവുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തീവ്ര രോഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൂരക്കാഴ്ച കാണാത്തവരെ, അടുത്ത കാഴ്ച കാണാത്തവരെ, അന്തിക്കുള്ളിലുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ വലിയ ശക്തി, കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ശക്തി, കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ കണ്ണുകൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആന്തരികമായ ശിരസംബന്ധമായ ഓരോ അവയവങ്ങൾ, ചെവികളിലെ കണ്ണുകൾ, മുക്കൾ, നാക്കുകളെല്ലാം കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അടിപ്പിഴ പോലെ കർത്താവ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുലുങ്ങിയത് പോലെ കർത്താവ് ഇപ്പോൾ അങ്ങനെ പരിശുദ്ധമായ മേഖല പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലൻ പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുലുങ്ങിയത് പോലെ കർത്താവ് വിശ്വാസത്തോടെ ദൈവസ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞാൻ 4 വയസ്സ് സമയത്തിൽ കർത്താവെ നിന്നെ ഓർമ്മയുണ്ടായിരുന്ന കാലം മുതൽ കർത്താവ് ഈ കാലങ്ങളെല്ലാം കർത്താവെ നിനക്ക് വേണ്ടി ശുശ്രൂഷകളെ അനുസ്മരിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. സർവോപരി നിന്റെ കാരുണ്യത്താൽ കൃപാസനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും കർത്താവെ ശിരസംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ശിരസംബന്ധമായ മുഴുവൻ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, കർത്താവെ ബ്രെയിൻ ഉണ്ടാകുന്ന രോഗങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, വായു സംബന്ധമായ രോഗങ്ങൾ, തൊണ്ട സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉയർത്ത് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവന്റെ ഉന്നതമായ നാമത്തിൽ, ഞങ്ങൾക്ക് വേണ്ടി തിരുവാതിരവന്റെ ഉന്നതമായ നാമത്തിൽ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കടിയുടെ ഉന്നതമായ നാമത്തിൽ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവന്റെ ഉന്നതമായ നാമത്തിൽ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവന്റെ ഉന്നതമായ നാമത്തിൽ, യേശു നാമത്തിൽ, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തുന്നവന്റെ ഉന്നതമായ നാമത്തിൽ രോഗങ്ങൾ കാല് കർത്താവ് കാണിച്ചിരുന്നുണ്ട്. മുട്ട് കുഞ്ഞുന്ന സ്ഥലമില്ല, നമ്മൾ കുച്ചുന്ന സ്ഥലമില്ലേ, അത് കർത്താവ് കാണിച്ചിരുന്നുണ്ട്. അവർ ഈ സമയത്ത് മുട്ടിൽ കൈവെക്കേണ്ടതാണ്. നമ്മൾ കർത്താവിൻ്റെ ഔദാര്യത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ഇതിപ്പോൾ അസ്ഥി സംബന്ധമായ എന്തോ രോഗമാണ്, ചിലപ്പോൾ മുട്ടിൻ്റെ ലിഗമെൻ്റ് പോയതാകാം, ചിലപ്പോൾ പൊട്ടിയതാകാം, അല്ലെങ്കിൽ കപ്പിൾസ്, മുട്ടിൻ്റെ കപ്പിളില്ലേ, കപ്പിള് അത് ചിലപ്പോൾ ദ്രവിച്ചതാകാം, ചിലപ്പോൾ അതിൻ്റെ ഫ്ലൂയിഡ് ഒഴുകിപ്പോയതാകാം, നടക്കുമ്പോൾ സ്വരം ഉണ്ടാകുന്നതാകാം, ചെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥയാകാം. whatever may be the reason, you just place your hands in the knee. മുട്ടിൽ കൈവെക്കുക. ഇനി കൈയുടെ മുട്ടിൽ നിങ്ങൾക്ക് കൈവെക്കാം. കർത്താവ് കാലിൻ്റെ മുട്ട കാണിച്ചതെങ്കിലും കർത്താവിൻ്റെ ഔദാര്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കൈമുട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൈ പൊക്കാൻ പറ്റാത്തവർ ഭുജത്തിൽ കൈവെക്കാം. കൈ പൊക്കാൻ പറ്റാത്തവരിൽ അസ്ഥിക്കുഴകളിൽ വേദനയുള്ളവരെല്ലാവരും ആ കുഴകളിൽ കൈവെക്കണം. ഇപ്പോൾ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ടാകും, അവർ ഇടുപ്പലിന് കൈവെക്കേണ്ടതാണ്. ഇടുപ്പലിന് വേദനയുള്ളവരെ ഇടുപ്പലിൽ കശീരികളെ ഡിസ്ലൊക്കേറ്റ് ചെയ്തവരുണ്ടാകും. അതായത് നടുവലിൻ്റെ കശീരികളില്ലേ, റിപ്സിൻ്റെ അത് ഡിസ്ലൊക്കേറ്റ് ചെയ്തവർ തെന്നിക്കിടക്കുന്നവരുണ്ടാകും. അപ്പോൾ നടുവിൽ നടക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, ഞെളിപിരിക്കുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ആ വേദനപ്പാടുകളിൽ ദയവായിട്ട് കൈവെക്കണം. എവിടെയെല്ലാം അസ്ഥി സംബന്ധമായ വേദനപ്പാടുകളുണ്ടോ ദൈവമക്കളെ അവിടെ കൈവെക്കുക, ശ്രദ്ധിക്കുക. എവിടെയെല്ലാം അസ്ഥി സംബന്ധമായ വേദനപ്പാടുകൾ, ഒരു പക്ഷേ കണ്ണിൻ്റെ വളയം കഴക്കുന്ന രോഗമാകാം, അവിടെ എനിവേ എവിടെയാണോ അസ്ഥി സംബന്ധമായ വേദനപ്പാടുകളുള്ളവരെ ദയവായി ദൈവമക്കളെ അവിടെ കൈവെക്കുക. അങ്ങയുടെ ഈ കർത്താവിൻ്റെ അഭിഷേകത്തിന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിൻ്റെ അഭിഷേക വരത്തെ അങ്ങ് ഊതിക്കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ പൗരോഹിത്യത്തിൻ്റെ പട്ടവരത്തെ കർത്താവ് ഇപ്പോൾ ഊതിക്കത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ് ഈ കാലങ്ങളിൽ കർത്താവ് അതീവ സ്നേഹത്തോടെ കർത്താവ് നിന്റെ നാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയും ഏറ്റുപറയുകയും ചെയ്യും. കർത്താവ് അന്യ മക്കളുടെ ജോലിയും കർത്താവ് ഉള്ള ജോലി പോലും ചെയ്യാനില്ലാതെ കർത്താവ് ഒരു ജോലി ഒരുമിച്ച് ഒരു കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുള്ള കർത്താവ് കിടന്ന കിടപ്പിൽ അസ്ഥി രോഗങ്ങളാൽ കിടപ്പിനായി ബെഡിനായി പോയ ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവ് ചടിതിൽ എഴുന്നേൽക്കാൻ ഈ സമയത്ത് അങ്ങനെ
വേദനിപ്പിക്കുന്നത് അവരിലേക്ക് കർത്താവെ അങ്ങ് പായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഉള്ളം കാലം മുതൽ ഉച്ചവരെ അസ്ഥി എവിടെയെല്ലാം വേദനിക്കുന്നുണ്ടോ, അസ്ഥി എവിടെയെല്ലാം ദ്രവിക്കുന്നുണ്ടോ കർത്താവ്, അവിടെയെല്ലാം കർത്താവ് എവിടെയെല്ലാം ജോയിൻസിന് പെയിൻ ഉണ്ടോ, എവിടെയെല്ലാം വാതരോഗം അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം കർത്താവെ പേശികളെയും സ്പർശിക്കണമേ, അങ്ങ് ഞരമ്പുകളെയും സ്പർശിക്കണമേ. കർത്താവെ ഉള്ളം കാലം മുതൽ ഉച്ചവരെ അസ്ഥിക്കുഴകൾ, പേശികൾ, ഞരമ്പുകൾ, അവിടെ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ എൻ്റെ കർത്താവ് സ്പർശിക്കട്ടെ. കർത്താവെ കൃപാസം അൾത്താറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെടാൻ മാതാവ് പരിശുദ്ധ അമ്മയെ അനുഗ്രഹിച്ച് അയച്ച ദൈവമേ, ആ ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഒരു ദിവ്യകാരുണ്യ സമയത്താണ് പരിശുദ്ധ അമ്മ കൃപാസം അൾത്താറെ പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ അത് ദൈവത്തിന്റെ കാരുണ്യമാണ് കർത്താവെ. ആ താറയിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ കാരുണ്യത്തിൽ ഇപ്പോൾ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അസ്ഥിരോഗികള്, ത്വക്ക് രോഗികള്, പേശി രോഗികള്, ഞരമ്പിന് വേദനയുള്ളവര് യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങൾക്ക് രോഗമുണ്ടാകത്തില്ല ചിലപ്പോഴേ, പക്ഷെ രോഗമുള്ളവരെ നിങ്ങൾക്കറിയാം. ശ്വാസകോശത്തിന് രോഗം വന്നാൽ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? രോഗം എത്ര മാരകമാകാൻ ചെറുതാകാം, പക്ഷെ കാര്യമില്ല. ഉറക്കം പോയിരിക്കും മനുഷ്യൻ്റെ. ഉറക്കം പോയാലുള്ള കുഴപ്പം എന്താ? ഉറക്കമില്ലേ പിന്നെ ജീവിതമില്ല. രാത്രി ഉറങ്ങാത്ത മനുഷ്യൻ പകല് ഇങ്ങനെ തെന്നിയും പാളിയും വിവരക്കേടും പറഞ്ഞ് വെളിവില്ലാതൊക്കെ നടക്കണ കാണാം. അവർ അമിത ദേഷ്യക്കാരും ഒന്നും പിടിക്കാത്തവരും ഭക്ഷണ സമയത്ത് കഴിക്കാൻ പറ്റാത്തവരും ജോലി ചെയ്യാൻ പാടില്ലാത്തവരും ജീവിതമില്ലാത്തവരുമാണ്. അപ്പോൾ എന്തൊരു പ്രശ്നമാണ്. അപ്പോൾ അവരുടെയൊക്കെ വേദന ഈ സമയത്ത് അൾത്താറയിൽ അനുസ്മരിച്ചുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുന്നത്. ശ്വാസകോശ രോഗമുള്ളവരുണ്ടാകും, കോവിഡ് രോഗമുള്ളവരെ, വെന്റിലേറ്റർ അവിടെ കൂടെ ഇരിക്കുന്നവരെ, ബൈസ്റ്റാൻഡറായിട്ടിരിക്കുന്നവർ ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടാകും. അവർ നിങ്ങളുടെ നെഞ്ചിൽ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നിങ്ങളുടെ കോവിഡ് രോഗിയെ സുഖപ്പെടുത്താം. ഇനി കോവിഡ് അനന്തരം ഒത്തിരിയേറെ ചെസ്റ്റ് ഡാമേജ് ആയി പോയിട്ടുള്ളവരുണ്ട്. കോവിഡ് വന്നതിന് ശേഷം സുഖപ്പെട്ട് പക്ഷേ ചെസ്റ്റ് ഡാമേജ് ആണെന്ന് അവർക്ക് തന്നെ അറിയാം. ആ രോഗികൾ ഇപ്പോഴ് നെഞ്ചിൽ കൈവെക്കാം. സാക്ഷാത്തായിട്ട് പറയുന്നു, ഇപ്പോഴേ കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തം കൊണ്ട് നിൻ്റെ നെഞ്ച് കഴുകും. സ്വർഗം നിൻ്റെ നെഞ്ച് കഴുകുന്ന സമയമാണ്. കാരണം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയാണ്. വെറുതെയുള്ള പരിശുദ്ധ അമ്മയല്ല, കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മ ആ ദുരന്തങ്ങൾ തുടരുമ്പോഴേ ആ ദുരന്തങ്ങൾക്കെല്ലാം വേണ്ടി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം നിശ്ചയിക്കുന്ന ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ആ പ്രാർത്ഥനയാണ് നിനക്കിപ്പോൾ കൃപാസാൽത്താറയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ശ്വാസകോശ രോഗികളെ ആയിട്ടുള്ളവരെ, വലിവ്, ശ്വാസം മുട്ടൽ, ആസ്മ, ഹൃദയ രോഗങ്ങൾ, വാൽവ് ചുരുങ്ങിയവരെ, 1 ബ്ലോക്കുള്ളവരെ, 6 ബ്ലോക്കുള്ളവരെ, ആരായാലും അവർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇപ്പോൾ കർത്താവ് സ്വർഗത്തിൻ്റെ തൻ്റെ ഔഷധം എല്ലാ ജനതകളെയും ജന്മാന്തരങ്ങളായി സുഖപ്പെടുത്തുന്ന അവിടുത്തെ വിശുദ്ധമായ രക്തമാകുന്ന ഔഷധം നിങ്ങളിലേക്ക് ഇപ്പോൾ ഇൻജക്റ്റ് ചെയ്ത് നൽകുന്നതാണ്. കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിന്നെ കഴുകാൻ പോകുന്നു. കർത്താവ് അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ കഴുകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പാപങ്ങളും കടങ്ങളും അപരാധങ്ങളും അങ്ങ് ഓർക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പാപങ്ങളും കടങ്ങളും അപരാധങ്ങളും ഓർത്താൽ ആർക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് സംഘത്തിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോഴും നിന്റെ വിരക്ഷിതമായ വലതുകരത്തെ നെഞ്ചകത്തെ സ്പർശിക്കണമേ, നെഞ്ചിനെ സ്പർശിക്കണമേ, പതിരയെ സ്പർശിക്കണമേ, ഹൃദയത്തെ സ്പർശിക്കണമേ, ശ്വാസകോശത്തെ സ്പർശിക്കണമേ. കർത്താവിന്റെ വലിയ ശക്തി, കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, കർത്താവിന്റെ തിരുമണ്ഡത്തിന്റെ ശക്തി, കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോഴൊകട്ടെ, ഇപ്പോൾ ശക്തി പ്രാപിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ ശ്വാസകോശങ്ങൾ, ഓരോരോ ശ്വാസകോശങ്ങളും ഓരോ കോശങ്ങളും ഓരോ ഞരമ്പുകളും ഞരമ്പുകൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ കഴുകട്ടെ. തൈറോയ്ഡ് രോഗി കഴുകട്ടെ, പ്രോസ്റ്റേറ്റ് രോഗി കഴുകട്ടെ, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ കരട് രോഗിയെ കഴുകട്ടെ, കർത്താവ് കട്ട് രോഗികളെ കർത്താവ് കഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കൃഷിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള് ദൈവനാമത്തിലെ മാറിപ്പോകട്ടെ. രോഗികളെ കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവവേദന മനസ്സിലാക്കണം, ഏറ്റവും വലിയ കീമോ നിന്റെ കർത്താവിൻ്റെ രക്തമാണെന്ന്. നിന്റെ കർത്താവിൻ്റെ രക്തത്താൽ വലിയ കീമോ ഇല്ല. നിന്റെ കർത്താവിൻ്റെ രക്തം ഈ നിമിഷം ക്യാൻസർ രോഗിയുടെ മേലെ ഒഴുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവവേദനെ.
ഇപ്പോൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിന്നിലേക്ക് ഒഴുകും. 10,000-ങ്ങളെ സുഖപ്പെടുത്തി അനുനിമിഷം സാക്ഷ്യമുള്ള ലോകത്തിലെ ഒരേ ഒരു ധ്യാന കേന്ദ്രമാണിത്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാകും. ഇതൊരു നിസ്സാര കാര്യം. എൻ്റെ വാക്കുകൾ നിങ്ങൾ വളരെ ഗൗരവത്തോടെ എടുക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അല്ലാതെ അതിൻ്റെ പേരിൽ ഒരു വീമ്പിളക്കുകയൊന്നുമില്ല. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ ശപിക്കപ്പെടാനാവട്ടെ. ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മക്കൾ ഈ അൾത്താറിൽ ആശ്രയിക്കണം. കാരണം ഈ അൾത്താറ കർത്താവിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറയാണ്. ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കുന്ന ആൾക്കാർ എന്തിനു വേണ്ടിയാണ്? ലോകത്തിൻ്റെ ഓരോ ദുരന്തം, ക്യാൻസർ ഒരു ദുരന്തമാണ്, ആ രോഗങ്ങൾ ദുരന്തങ്ങളാണ്, കടങ്ങൾ ദുരന്തങ്ങളാണ്, ജീവിതത്തിൽ ജോലിയില്ലാത്ത ദുരന്തങ്ങളാണ്, ഇങ്ങനെ എന്തെല്ലാം സമാധാനമില്ലാത്ത ദുരന്തങ്ങളാണ്. എല്ലാ ദുരന്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കണം. ദൈവം കൽപ്പിച്ചിരിക്കണം. ശിലോഹ കുളമാണിതെന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് കർത്താവ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശിലോഹ കുളത്തിലേക്ക് കർത്താവിന്റെ ആത്മാവ് ഇറങ്ങിക്കൊണ്ട്, കുളം കലക്കിക്കൊണ്ട് കർത്താവ് അതിൽ ഇറങ്ങുന്നവരും പ്രാർത്ഥിക്കുന്നവരും സ്തുതിക്കുന്നവരും എല്ലാം സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവ് ക്യാൻസർ രോഗികളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉള്ളം കാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന മുഴുവൻ ക്യാൻസർ രോഗങ്ങളെ സ്പർശിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തി നന്ദി പറയുന്നു. അടിപ്പട പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി ക്യാൻസർ രോഗികളിലേക്ക് യേശുവിന്റെ കരുണ, യേശുവിന്റെ കരുണ, യേശുവിന്റെ കൃപ, യേശുവിന്റെ ശക്തി, ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ഔഷധമായി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗങ്ങളെ സൗഖ്യമാകട്ടെ. സ്നേഹത്തോടെയാണ് കർത്താവ് അങ്ങയോട് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വലിയൊരു സന്ദേശമുണ്ട് ഇപ്പോഴ്. അതായത് ഇടിപ്പല്ല്, അതായത് നടുവെല്ല് വന്നിട്ട് തീരുന്ന സ്ഥലം, പിന്നെ നടുവെല്ലിൻ്റെ 6 കശേരികൾ, താഴേന്ന് 6 കശേരികൾ താഴേക്കുള്ള നടുവെല്ലിൻ്റെ ഭാഗങ്ങൾ, അകത്ത് മജ്ജ കറുത്ത നിറത്തി കാണുന്നു. അത് കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കണം, ഈ സന്ദേശം ശ്രദ്ധിക്കണം. അതായത് നടുവലിനകത്ത് മജ്ജ കറുത്ത നിറത്തിൽ കാണുന്നു. അതിൻ്റെ കോശങ്ങൾ, മജ്ജയുടെ കോശങ്ങൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ആ ഒരു മജ്ജയെ സ്പർശിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അത് കഴുകുന്നു. അത് പുതിയ പഴയ അവസ്ഥയിലേക്ക് അത് തിരിച്ചു വരുന്നു. ഈ രോഗി കർത്താവ് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവ് ഇപ്പോൾ നൽകിയ സന്ദേശത്തിൽ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ആത്മാവി, പരിശുദ്ധാത്മാവി, അമ്മയെ, പരിശുദ്ധമ്മേ, ഇപ്പോഴും അങ്ങ് ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൽ നന്ദി പറയുന്നു. ഈശോ, ഇതുപോലുള്ള അനുഗ്രഹം കർത്താവെ എല്ലാവരും കൊടുക്കാൻ ഇടയാകണം. ആരെങ്കിലും കർത്താവ് പാപികളായാലും, കർത്താവെ അങ്ങനെ അകന്നു പോയ മക്കളായാലും, കർത്താവ് അങ്ങനെ നിരാകരിക്കുന്ന നിരീശ്വരന്മാരായാലും ആരോടും കർത്താവെ അവരുടെ വിശ്വാസം വെച്ച് പെരുമാറല്ലേ. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ കർത്താവെ അങ്ങ് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ കാരുണ്യത്തെ കർത്താവ് അനുസരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇപ്പോൾ കർത്താവ് ആരെല്ലാം ഏതെല്ലാം ജാതി മതസ്ഥരെ വേദനയോടെ പ്രാർത്ഥിക്കുന്നുണ്ടോ അവരെല്ലാം യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങൾക്കും അടിസ്ഥാനമാണ്. അതുകൊണ്ട് നിനക്ക് ആശ്രയിക്കാം. ഇപ്പോഴും ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. ഈ ദിവസങ്ങളുടെ സാക്ഷ്യം നോക്കിയാൽ മതി. 25 വർഷമൊക്കെ ആയിട്ട് വാടക താമസിക്കുന്നവരെങ്ങനെയാ ഒറ്റ കൊല്ലം കൊണ്ട് വീട് വെച്ച് മാറണത്? അമ്മ അന്ന് ആഗ്രഹിച്ചാൽ മതി. വീടില്ലാത്തവരെ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ജോലിയില്ലാത്തവരെ, പഴയ റിസൾട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നെങ്കിലും ഏത് ഗ്രൂപ്പ് എടുക്കണം എന്ന് കൺഫ്യൂഷൻ ഉള്ളവർ സമർപ്പിക്കുന്നു. ഇപ്പോഴേ ഇതൊക്കെ കേൾക്കുമ്പോൾ അമ്മമാർ മക്കളെ സമർപ്പിക്കണേ. അതുപോലെ തന്നെ റിവാലുവേഷന് കൊടുക്കണോ വേണ്ടോ എന്ന് സന്ദേഹമുണ്ടെങ്കിൽ ഇപ്പം തന്നെ മാതാവിനെ ആശ്രയിച്ചിട്ട് കൊടുക്കാൻ അച്ഛൻ പറയും. മേ ബി എന്ത് സംഭവമായാലും, അതായത് IELTS SLC എന്ത് സംഭവമായാലും റീവാലുവേഷന് കൊടുക്കണമെന്ന് ഈ നിമിഷം വരെ സന്ദേശം വന്നിട്ടുണ്ട്. സന്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് ഗിവ്. അമ്മയെ ആശ്രയിച്ച് കൊടുത്തോളൂ. അമ്മ സഹായിക്കും നിങ്ങളെ. ഇപ്പോഴേ മുടി കൊഴിഞ്ഞു പോണവരെ ഇടക്ക് കയറി ഈശോ കാണിച്ചുകൊണ്ട് കാണിക്കും. വല്ലാത്ത താരം പോലെ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകും. താരം കയറിയിട്ടാകാം എന്താ വയ്ക്കണം അവർ. അപ്പോൾ ഞാൻ എന്ത് തന്നെ വേറെ വിഷയങ്ങൾ കൈകാര്യം ചെയ്താലും ഈ പറഞ്ഞിരിക്കുന്ന പ്രത്യേക രോഗികളെ തലയിൽ കൈവച്ചുകൊണ്ട് അറിയാവുന്നതുപോലെ യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. ഇപ്പോൾ കാണിച്ച ഈ അതുപോലെ ചുണ്ട് തളിച്ച് വരുന്നവരുണ്ട്. ചുണ്ടിൻ്റെ ഇങ്ങനെ ചുണ്ട് പൊടി, ഇങ്ങനെ ചുണ്ട് പൊടിഞ്ഞു പോണവർ, അത് തൊലി പൊടിഞ്ഞിട്ട് വെള്ള കളർ ഇങ്ങനെ അരിച്ചിരിക്കുന്നവരുണ്ട്. അത് കർത്താവ് സന്ദേശമാണ്. അങ്ങനെ ചുണ്ട് തടിച്ചു വരുന്നു, എന്നിട്ട് ചുണ്ടിൻ്റെ കളറ് പോകുന്നു, എന്നിട്ട് വെള്ള പുട്ടുപോലെയൊക്കെ വരുന്നു. ആരോഗ്യ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. കാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മൾ
വീട്, ജോലി, വിവാഹം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈശോ കിഡ്നി രോഗികളെന്ന് പറഞ്ഞ് പ്രത്യേകം കാണിച്ചു തന്നു. അപ്പോൾ കിഡ്നി രോഗികൾ കൂടി ഇപ്പോഴ് നെടുവെല്ലിന് മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവെല്ലിന് മുകളിൽ ഒരു 4 അല്ലെങ്കിൽ 8 വിരലിന് മുകളിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടതാണ്. അല്ലാത്തവർ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് ദൈവസ്നേഹത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കണം. എത്രയോ ക്രിയാറ്റിൻ നോർമലായ രോഗികൾ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ അഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയുമാണ് ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തുന്നത്. കാരണം അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു അൾത്താരയിൽ നിന്നാണ് ഈ പ്രാർത്ഥന വരുന്നത്. എല്ലാ ദിവസവും ജനങ്ങൾ സാക്ഷ്യം പറയുന്ന അൾത്താറാണ്. എല്ലാ ദിവസവും ഏത് ലോക്ക്ഡൗൺ ആയാലും ഈ 1.5 കൊല്ലം ലോക്ക്ഡൗൺ ആയിരുന്നിട്ട് കർത്താവ് അനുഗ്രഹത്തിന്റെ വാതിൽ ഇവിടെ പൂട്ടിയിട്ടില്ല. 1.5 കൊല്ലവും 365 ദിവസവും 150 ദിവസവും എന്ന് പറയുമ്പോൾ 500 ദിവസങ്ങൾ ഇവിടെ സാക്ഷ്യം ഉണ്ടായിട്ടുണ്ട്. 500 ദിവസങ്ങളുടെ സാക്ഷ്യവും യൂട്യൂബിലുണ്ട്. 1000 സാക്ഷ്യങ്ങൾ, ഒരു ദിവസം 2 സാക്ഷ്യം വെച്ച്. അപ്പോൾ ലോക്ക്ഡൗണിന് 1000 സാക്ഷ്യങ്ങളാണ് ഈ ആൾക്കാരിൽ നിന്ന് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ആ സാക്ഷ്യങ്ങളെ ഓർത്തെല്ലാം നന്ദി പറയുന്ന കർത്താവ് ഇപ്പോഴും അങ്ങനെയൊക്കെ മക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാക്ഷ്യം പറഞ്ഞവരെല്ലാം വിശ്വാസം ജീവിക്കുവാനും നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും നിത്യതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഒരുക്കുവാനും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വചനം കൊടുക്കണമേ, വചനത്തിൽ അവരെ നിലനിർത്തണമേ, വചനത്തിൽ അവരെ വളർത്തണമേ, വചനത്തിന്റെ സാക്ഷികളാക്കണമേ, വചനത്തിന്റെ ശുശ്രൂഷകളാക്കണമേ, പരിശുദ്ധത്തിലേക്ക് നിറക്കണമേ. പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ പറയുന്നു. കുഞ്ഞുമക്കള് ചിലപ്പോൾ ഗർഭസ്ഥമായ മക്കളായിരിക്കും, ചിലപ്പോൾ ഉള്ളില് ഉള്ള ഉദരത്തിൽ ഇപ്പോൾ ആയ മക്കളായിരിക്കും. അവർ മക്കളാണ്, അല്ല ഫീറ്റസും ആനയും കുഞ്ഞൊന്നും അല്ല. അതൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറയണതാണ്. അവർ മക്കളാണ് നമ്മുടെ. 1 മാസം ആയിട്ടുള്ളെങ്കിൽ നീ അടിവയറ്റി കൈവെക്കണം. അത് കർത്താവിന്റെ കുഞ്ഞാണ്. കർത്താവ് നിന്നെ ഇപ്പോഴും അനുഗ്രഹിക്കും. ഒരു ഗർഭിണി ആയതിലെ കർത്താവിനോട് നന്ദി പറയണം. ഒരു ഗർഭിണി ആയതിൽ കർത്താവിനോട് നീ നന്ദി പറയണം. ആ കുഞ്ഞിനെ കർത്താവ് നിനക്ക് വേണ്ടി വളർത്തി തരും. നീ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടെന്നാണ് ഇപ്പോൾ പരിശുദ്ധാത്മ പറയുന്നത്. ആ കുഞ്ഞിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞാൽ അത് നിനക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ആവശ്യമാണെന്ന് മാത്രമേ കർത്താവ് കരുതുന്നുള്ളൂ. ദൈവപൈതലേ, അല്ല വേറെ ഒന്നും കർത്താവ് കരുതുന്നില്ല. നിന്റെ ഗർഭസ്ഥമായ കുഞ്ഞിന് എന്തെങ്കിലും ഫ്ലൂയിഡ് കൂടുതലാണോ കുറവാണോ, അല്ലെങ്കിൽ അതിന് ശ്വാസം കിട്ടുന്നില്ലേ, അതിന് ഭക്ഷണം കിട്ടണില്ലേ, അതിന് വെയിറ്റ് ഇല്ലേ, അതിന് സിൻഡ്രോം ഉണ്ടാ, എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ വൈദ്യശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ ദൈവപൈതലേ, അത് അവർ പറയണ ഇത്രയേ ഉള്ളൂ. അത് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും നമുക്ക് അതിൻ്റെ ദൈവഭാഷ എന്ന് പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുക. ഗർഭകാലം മുഴുവനും പ്രാർത്ഥിക്കുക, ഗർഭകാലം മുഴുവൻ ദൈവത്തിനെ ആശ്രയിക്കുക, ഗർഭകാലം മുഴുവൻ ആ കുഞ്ഞിനെ ജനിപ്പിക്കാൻ ഇടയായാലും നന്ദി പറയുക. ആ കുഞ്ഞിനെ വളർത്താൻ കർത്താവിനെ ഏൽപ്പിക്കുക. ഇന്ന് തന്നെ ആ നിന്റെ കുഞ്ഞിനെ കർത്താവിനെ വളർത്താൻ ഏൽപ്പിക്കുക. അമ്മയോട് പറയുക, അമ്മേ, നീ ഉണ്ണീശോ ഗർഭവതിയായിരുന്ന സമയത്ത് നീ അഭിമാനത്തെ പുളകിതയായി ആത്മാവിൽ അഭിഷിക്തയായതുപോലെ എന്നെയും അഭിമാനം കൊണ്ട് പുളകിതമാക്കണമേ. എന്നെയും കർത്താവേ നീ അഭിഷേകത്താൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇനി അഭിഷിക്തമായ രീതിയിലാണ് നീ ഗർഭിണിയായിരിക്കണമെങ്കിൽ നീ അതിനെ കളയാൻ നോക്കണ്ട. അഭിമാനം കൊള്ളുക. ആ കുഞ്ഞിലെ ഏതൊരു ഒരു പാപത്തിന്റെ അവസ്ഥയിലാണ് നിനക്ക് അനുതാപപ്പെടണം. നീ ഒരു കാരണത്തിന് ഇനി ഒരിക്കലും ആ പാപത്തിന്റെ വഴികളിലേക്ക് നീ പോകരുത്. പക്ഷേ അതിൻ്റെ പേര് വേറൊരു പാപം ചെയ്ത് കൂട്ടണ്ട. കർത്താവിനെ പ്രതി ഞാൻ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രഹസ്യമായിട്ടെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രസവിച്ചെങ്കിൽ ഞാൻ എന്നെ വളർത്തുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിലൂടെ നിനക്ക് നിത്യത കിട്ടും. ആ കുഞ്ഞിലൂടെ നിനക്ക് നരകം കിട്ടായിരുന്നതാണ്, പക്ഷെ ആ കുഞ്ഞിലൂടെ നിനക്ക് നിത്യത കിട്ടുമെന്ന് കർത്താവ് ഇപ്പോൾ പറയണത്. അതേ വളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിലൂടെ നിനക്ക് നിത്യത കിട്ടുമെന്ന് നിനക്ക് കർത്താവ് അരുളി ചെയ്യുന്നു. ഇപ്പോഴും കർത്താവിൻ്റെ ദൃശ്യനിധിയിൽ ഈ ഞങ്ങൾക്കൊരു 900 ഫോണുകളും നമുക്ക് വരുന്നുണ്ട്. ഞങ്ങളെല്ലാ ഫോണുകളും തന്നെ എഴുതി 5 പേര് 6 പേര് ഇരുത്തിയാണ് 10 ഫോണുകൾ അറ്റൻഡ് ചെയ്യണത്. ഈ അറ്റൻഡ് ചെയ്യുന്ന മുഴുവൻ ഫോണുകളിലൂടെ വരുന്ന നൊമ്പരങ്ങൾ എല്ലാം ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് അമ്മമാതാവിൻ്റെ മധ്യസ്ഥ ജപമാല ചൊല്ലി 1.5 മണിക്കൂർ അന്നേപ്പം എന്നുള്ള വലിയ ശുശ്രൂഷ നടത്തുകയാണ്. ഇനി ലോക്ക്ഡൗൺ തീരുന്നവരെ ശുശ്രൂഷ മുടങ്ങാതെ നടത്തും. കാര്യം ഒത്തിരിയേറെ മക്കൾ ഫോൺ വിളിച്ച് പറയണത് ഇന്നത്തെ അന്നേപ്പത്തിലെ കർത്താവെ ബ്രദറെ അത് ചേർക്കണേ എന്നാണ് പറയണത്. അതുപോലെ ജനങ്ങൾ വേദനിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് കർത്താവ് അമ്മയാണ് ഞങ്ങൾക്ക് ഈ ആശയം തന്നത്. അമ്മയോട് ചേർന്നിരുന്ന് കണ്ണീരുള്ള ജനങ്ങളെ എല്ലാ കണ്ണീരും ഞങ്ങൾ ആൾത്താറയിൽ കർത്താവിൻ്റെ ദൃശ്യന് വൈകുന്നേരം ആകുമ്പോൾ 5:30 മണി തൊട്ട് 7 മണി വരെ 1.5 മണിക്കൂർ സമർപ്പിക്കും. അപ്പോൾ ചിലതൊക്കെ വിട്ടുപോകും. അപ്പോൾ ഞങ്ങളെ ബ്രദറെ ഞങ്ങളുടെ കാര്യം പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ബ്രദറെ വന്ന് എന്നോട് പറയാ ഇങ്ങനെ ഭയങ്കര തിരക്കായത് കാരണം അത് വിട്ടുപോയെന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് പറയും അതൊരു കുഴപ്പമില്ല,
കാര്യം ആരാധനയ്ക്ക് ആദ്യവാഴ്ച ഈശോ വരുമ്പോൾ നമുക്ക് നേരിട്ട് പ്രവർത്തിക്കാം ഈ വിഷയം. അതുകൊണ്ട് ഇപ്പോഴേ അതിനേപ്പത്തിന് വിട്ടുപോയ കുറേ പ്രാർത്ഥനകളുണ്ട്, ഞങ്ങൾക്ക് പറയാൻ പറ്റാതെ സമയം കിട്ടാതെ വന്ന പ്രാർത്ഥനകൾ. ഇപ്പോഴും അവരെ ഞങ്ങൾ ഓർക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്ന ജോലിക്കാര്യങ്ങളുണ്ട്, സാമ്പത്തികമായ കടങ്ങൾ. മനുഷ്യൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ ഈ വരുമാനമില്ലാത്ത 1.5 വർഷമല്ലേ. വരുമാനം ഇല്ലാത്തവർക്ക് ഇല്ല. ശരി, ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമേ വരുമാനമുള്ളൂ, മറ്റുള്ളവർക്ക് കുറച്ച് വരുമാനമേ ഉള്ളൂ. ചിലർക്ക് ഒരു വരുമാനമില്ല, ജോലിയുമില്ല. അത് കാരണം നമുക്ക് ചിലവിന് വല്ല കുഴപ്പമുണ്ടോ? ചിലവൊന്നും കുറഞ്ഞിട്ടില്ല, വരവ് കുറഞ്ഞു പോയത്. അപ്പം പലിശയും കയറി മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴേ ഇങ്ങനെ സാമ്പത്തികമായ കടങ്ങളുള്ളവരുടെ കടങ്ങൾ ഇപ്പോഴേ അന്നേപ്പത്തിൽ പ്രാർത്ഥിക്കാത്ത വിഷയങ്ങളാകാം. സാമ്പത്തികമായ മേഖലയിലുള്ള എല്ലാ തകർച്ചകളും, വരുമാനം നഷ്ടപ്പെട്ടവർ, തൊഴിൽ നിന്ന് പോയവർ, കർത്താവ് തൊഴിൽ നഷ്ടപ്പെട്ടവർ, തൊഴിലിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകളുള്ളവർ, ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയാതെ, കുഞ്ഞുങ്ങളെ പോറ്റുമെന്നറിയാതെ സംഭ്രമകരമായി ജീവിക്കുന്നവരെ, കർത്താവെ വ്യത്യസ്തമായ തൊഴിലിന് വേണ്ടി, അധ്വാനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി സ്വദേശത്തും വിദേശത്തും അന്വേഷിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, പഠിക്കുന്നവർ, പരീക്ഷ എഴുതുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അവരുടെ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുണ ഇപ്പം ചൊരിയാൻ വേണ്ടി പരിശുദ്ധ ദൈവമാതാവിനെ പ്രാർത്ഥിക്കുന്ന കർത്താവ്. IELTS പോലെ OATS പോലെ അന്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, കർത്താവ് യോഗ്യതാ പരീക്ഷകൾ ഒക്കെ എഴുതിയിരിക്കുന്ന ഒരു കർത്താവ്, അതിനുവേണ്ടി PSC ടെസ്റ്റുകൾ, അങ്ങനെ PSC ടെസ്റ്റ് എഴുതിയിരിക്കുന്നവർ, വ്യത്യസ്തമായ രീതിയിൽ കർത്താവ് വാടകയ്ക്ക് കഴിയുന്നവർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, വെളിച്ചമില്ലാത്തവർ, നാട്ടിൽ വിലയില്ലാത്തവർ, കർത്താവ് ഇവിടുന്ന് വിറ്റുചുട്ട് പോയാൽ മതി എന്ന് കരുതിക്കൊണ്ട് കർത്താവ് സ്വന്തം നാടിനെ ചതിച്ച് ജീവിക്കുന്നവരുണ്ട്. കർത്താവ് അവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവ് വഴിയും ജീവനും വിളക്കുമായവനെ അവരുടെ മുമ്പിൽ വഴിതെളിക്കണമേ കർത്താവ്, അവരുടെ മുമ്പിൽ വിളക്കായി മാറണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവിക്കാരൻ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ ഒത്തിരിയേറെ സാക്ഷ്യം കൃപാസനത്തിൽ വന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സാക്ഷ്യങ്ങളും തന്നെ 72,000, 50,000, 40,000 തൊട്ട് 10,000 വരെയുള്ള വ്യൂവേഴ്സ് ഉള്ളതാണ് യൂട്യൂബിൽ. അത്രയും ആൾക്കാരെ കണ്ടു കഴിഞ്ഞതാണ്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷി ഇന്നലെ ഇട്ടതാണ്. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, അത് എബവ് സ്റ്റാൻഡേർഡാണ്. അതിൽ ഏറ്റവും ഇന്നലെ കാലിടിയുന്ന ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. അത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉടമ്പടി തൈലത്തിൻ്റെ സാക്ഷ്യമാണ്. അവർ ഉടമ്പടി ചെയ്തതാണ്, പക്ഷെ ഉടമ്പടി ചെയ്തുവെങ്കിലും ഈ വിഷയം അപ്പോൾ ഇല്ലാതിരുന്നു. അതുകൊണ്ട് ഭർത്താവിൻ്റെ നടുവേദന ഉടമ്പടി വെച്ചിട്ടില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞത് ഈ നടുവ് തളർന്നു പോകുന്നു. നടുവലിൻ്റെ ഭാഗം തളർന്നിട്ട് ആൾ വീൽ ചെയറിലായിപ്പോയി, നടക്കാൻ പറ്റാത്ത കണ്ടീഷനായി. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നടുവിൻ്റെ ദ്രവിപ്പാണ് പ്രശ്നം, കശേരികൾക്ക് ദ്രവിപ്പ്, അസ്ഥികളൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 10 സ്ക്രൂ വേണമെന്ന് പറഞ്ഞത്. ഇത് ഓപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ഇത് അസ്ഥികൾ തമ്മിൽ ഘടിപ്പിച്ച് 10 സ്ക്രൂ ഇട്ടാലേ ഈ നടു നിൽക്കത്തുള്ളൂ. കാര്യം ബോഡി താങ്ങണ്ടേ. അപ്പോൾ 10 സ്ക്രൂ ഇടണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് 10 സ്ക്രൂ ഇടണമല്ല പ്രശ്നം, ഇട്ടാൽ 2-1 സംഭവിക്കും. ചിലപ്പോൾ ആൾ കാര്യം ഈ സ്ക്രൂവും സുഖപ്പെട്ടാലും സ്ക്രൂ വെച്ചുകൊണ്ട് ഇങ്ങനെ നടുവിലല്ലേ നമ്മുടെ ബോഡി നിൽക്കണത്. അപ്പോൾ ചില സമയത്ത് മരണം വരെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അതാണ് ഡോക്ടറിൻ്റെ നിർദ്ദേശം. പക്ഷേ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ 10 സ്ക്രൂ ഇടണം. അപ്പോൾ അവർ അധികം പ്രായമില്ലാത്തത് കൊണ്ട് അവർ ഓപ്പറേഷൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഇവരെന്നെ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയം ഉടമ്പടി വെച്ചിട്ടില്ല. കാര്യം അന്ന് ആ സമയത്ത് ഉടമ്പടി ഉണ്ടായിരുന്ന സമയത്ത് ഇതില്ലായിരുന്നു, ഈ വിഷയമില്ലായിരുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടന്നായിരുന്നു. ഇത് പുതിയ വിഷയമാണ്. പക്ഷേ നമ്മളേക്ക് മനസ്സിലായത് ഈ ചേച്ചി ചെയ്ത കാര്യം ഓപ്പറേഷന് 10 സ്ക്രൂ ഇടണ്ടേ. അപ്പോൾ ഓപ്പറേഷൻ പോകാൻ നേരത്ത് ഇയാളെ കമത്തി കിടത്തിയിട്ട് ഉടമ്പടി തൈലം തേച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേച്ചു. അപ്പോൾ ഈ വിശ്വാസം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഉടമ്പടി എടുക്കുന്നതനുസരിച്ച് നിങ്ങൾ ഉപരി വിശ്വാസത്തിന് വേണ്ടി ആണ് നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്നത്. പല ആൾക്കാരും ചെയ്തിരിക്കുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് അനുഗ്രഹം കിട്ടുന്നുണ്ടോ നോക്കി വിശ്വാസം കുറച്ച് കളഞ്ഞു. ഇതൊരു വലിയ അപകടമാണ് ശരിക്കും. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വിശ്വാസം കൂട്ടുകയാണ് വരേണ്ടത്. വിശ്വാസം കൂട്ടാനുള്ള ഒത്തിരിയേറെ വകുപ്പുകൾ ദൈവം നമുക്ക് തരും. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിശ്വാസം കൂട്ടണത്.
ഏതെങ്കിലും വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസം ജനറേറ്റ് ചെയ്യണതും അപ്ഗ്രേഡേഷനൊക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ എപ്പോഴും ഉടമ്പടി കൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങളുടെ വിശ്വാസം കുറയാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഈ ചേച്ചി എന്ന് വെച്ചാൽ ഉടമ്പടിയിൽ ഇല്ലെങ്കിലും ഇവർ ഈ ഭർത്താവിനെ കമത്തി കിടത്തിയിട്ട് ഉടമ്പടി തൈലം അവിടെ കയ്യിലുണ്ട്. അപ്പോൾ തൈലം അവർ ഭർത്താവിൻ്റെ ആ ഓപ്പറേഷൻ ചെയ്യാനുള്ള അത്രയും ഭാഗത്ത് തൈലം അവർ തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇവർ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വിടും, ഭർത്താവിനെ വിടും. ട്രോളി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് അവർ കൊണ്ടുപോയി കഴിയുമ്പോൾ ഭാര്യ പുറത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഒരു 3 മണിക്കൂർ, 6 മണിക്കൂർ ഓപ്പറേഷനാണ്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇവർക്കൊരു മെസ്സേജ് വിട്ട് ഇവരുടെ മൊബൈലിലേക്ക്, ഓപ്പറേഷൻ 3 മണിക്കൂർ കഴിഞ്ഞു, ഞങ്ങൾ പകുതി തുറന്നു, പക്ഷേ സ്ക്രൂ ഇടേണ്ട കാര്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നണില്ല. കാരണം സ്ക്രൂവിൻ്റെ സ്ഥാനത്ത് സ്കാൻ ചെയ്ത സമയത്ത് കാണാതിരുന്ന ഒരു സാധനം ഇപ്പോൾ കാണുന്നുണ്ട്. എന്താണ്? ഒരു കാൽഷ്യം ഫോർമേഷൻ. അതായത് പല്ല് എല്ലാം കാൽഷ്യമാണല്ലോ. ഇതുപോലെ ഒരു പുതിയ ഫോർമേഷൻ ഈ സ്ക്രൂവിന് പകരം ആ സ്ക്രൂവിൻ്റെ സ്ഥാനത്ത് ഫോർമേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെയാണ് ഈ ഓപ്പറേഷൻ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂറുകൾ കഴിയുമ്പോൾ ഓപ്പറേഷൻ പൂർണ്ണമാകും. അങ്ങനെ പൂർണ്ണമായി അവിടെയും ഇതുപോലുള്ള കാൽഷ്യം ഫോർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗ്രാൻഡ് സക്സസ് ആണ്, നമുക്ക് സ്ക്രൂ ഇടാതിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ 3 മണിക്കൂർ കൂടി കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയും ഭാഗം കൂടി കാൽഷ്യം ഫോർമേഷൻ വന്നതിന് ശേഷം സ്ക്രൂവിൻ്റെ അതേ ടൈറ്റ് ബലത്തിൽ ഇത് ക്ലീനായിട്ടിരിക്കുകയാണ്. ഈ അമ്മമാതാവ് ഈ വിഷയത്തിന് ദൈവികമായ ഒരു പരിഹാരം കണ്ടിരിക്കുകയാണ്. അതാണ് എനിക്ക്, അതായത് സ്കാൻ ചെയ്തപ്പോൾ ഈ കാൽഷ്യം ഫോർമേഷൻ ഇല്ലാഞ്ഞു തരുന്നു. നേരത്തെ അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അങ്ങനെ അറിയത്തില്ല. ഇങ്ങനെ ഒരു സംഭവം, ഒരു പ്രത്യേക ഫിനോമിന ഉണ്ടാകും വൈദ്യശാസ്ത്രത്തിൽ, ഇങ്ങനെ ഒരു ഫിനോമിന ഉണ്ടാകുമെന്ന് ഡോക്ടറിനും അറിയത്തില്ല. അതായത് ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, ദൈവമേ, നമ്മൾ പറയണ പോലെയല്ല കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കണ പോലെ അല്ല കാര്യങ്ങൾ. വചനത്തിൽ പറയത്തില്ല ഒരു പുതിയ കാര്യം ഞാൻ നിനക്ക് ചെയ്യുമെന്ന്. അത് വായിച്ചപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയ പുതിയ കാര്യമെന്ന് നമുക്കറിയത്തില്ല. വചനത്തിലുണ്ടേ ഒരു പുതിയ കാര്യം ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന്. അപ്പോൾ ദൈവം ഒരു പുതിയ കാര്യമെന്ന് പറയണത് അന്ന് വരെ മനുഷ്യൻ്റെ ചിന്തയിലോ ബുദ്ധിയിലോ ശാസ്ത്രത്തിലോ ഇല്ലാത്ത കാര്യമാണ്. എന്ന് വെച്ചാൽ ശാസ്ത്രത്തിനേക്കാൾ മുകളിലാണ് എപ്പോഴും ഇടപെടൽ വരണത്. അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. ആ മനുഷ്യൻ ഇപ്പോൾ നടന്ന് കർത്താവിന് സാക്ഷ്യം പറയുകയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ലോകത്തിന്റെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെ യോഗങ്ങളോട് പ്രാർത്ഥിക്കുക, രോഗദുരിതങ്ങൾ സമർപ്പിക്കുന്നു, അതവരെ സ്പർശിക്കുന്നു പറയുന്നു. ഈ സാക്ഷ്യം കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വരുന്ന രണ്ടാമത്തൊരു ചിന്ത, ഇപ്പോഴേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി, ഇപ്പോഴെല്ലാ ദിവസവും തന്നെ ആൾക്കാർ ഉടമ്പടി പുതുക്കാൻ വരുന്നുണ്ട്. ഉടമ്പടി എടുക്കാൻ നമുക്ക് അനുവാദം ഇല്ലെന്നേ ഉള്ളൂ. പുതുക്കണമെങ്കിൽ ഒരാൾ വന്നാൽ മതിയല്ലോ. എടുക്കാൻ വേണ്ടി വരുമ്പോൾ ആൾക്കാർ കൂട്ടമായിട്ട് വരും. അപ്പോൾ അത് ഗവൺമെൻറ് അനുവദിക്കത്തില്ല. ഒറ്റ ആൾക്കാരൊക്കെ വന്നാൽ കുഴപ്പമില്ല. അങ്ങനെ ഒറ്റ ആൾക്കാർ വന്ന് ഉടമ്പടി പുതുക്കി പോകുന്നവരെല്ലാവരും എന്തിനാണ് പുതുക്കണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണത് എന്തിനാണ് ഉടമ്പടി തൈലത്തിന് വേണ്ടിയാണ് പുതുക്കണം എന്നാണ് അവർ പറയണത്. പിന്നെ അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാകും. കാര്യം എന്താണ്? ഇവർ ഉടമ്പടി പുതുക്കണത് ദൈവത്തോടുള്ള ബന്ധമാണ്. കാരണം ഞാൻ ഉടമ്പടി പുതുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ 3 പാപങ്ങളെ വെറുത്തുപേക്ഷിച്ചു. ആ 3 പാപങ്ങളെ ഇപ്പോഴും വെറുത്തുപേക്ഷിച്ചത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടോ ഒന്ന് നോക്കണത്. അടുത്ത 3 പാപങ്ങളെ കൂടി വെറുത്തുപേക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട്. ഒരച്ഛൻ ധ്യാനഗുരു എന്നോട് ചോദിച്ചു, ഞാൻ അട്ടപ്പാടിയിൽ ഡയറക്ടർമാരുടെ ധ്യാനം ഉണ്ടായിരുന്നു, ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർമാരുടെ ധ്യാനം സെക്യൂരിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ എന്നോട് ചോദിച്ചു, ഈ ഉടമ്പടിയിൽ 3 പാപം ഉപേക്ഷിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം ഇതാണ്. ഫസ്റ്റ് ഗഡുവിൽ കുമ്പസാരത്തിൽ വരുന്നൊരു പ്രശ്നം എന്താ? പാപം റെക്കർ ചെയ്യാണ്. അപ്പോൾ പാപം റെക്കർ ചെയ്യാതിരിക്കാൻ വേണ്ടി 3 പാപങ്ങളെ നമ്മൾ 4 ഘട്ടമായിട്ടാണ് ഉപേക്ഷിക്കുന്നത്. അത് മീൻസ് അച്ഛന് അതൊരു എനിക്ക് കർത്താവ് തന്ന വെളിപാട്, ഇതോടുകൂടി തലപ്പെട്ട ദോഷങ്ങളെല്ലാം മനുഷ്യൻ അകന്നു പോകും. തലപ്പെട്ട ദോഷങ്ങൾ അകന്നു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവസ്നേഹം നിറയും മനുഷ്യനിലെ. ദൈവസ്നേഹം നിറഞ്ഞാൽ ഇതുപോലെ ആരാധന അഭിഷിക്തമാകും. അഭിഷേകം കിട്ടാത്തതാണ് പ്രശ്നം, പ്രാർത്ഥനയ്ക്ക് അല്ല പ്രശ്നം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ പ്രാർത്ഥനയ്ക്ക് അഭിഷേകമില്ല. അവിടെയാണ് പ്രശ്നം. സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരിതം അതാണ്. ആവശ്യത്തിന് ഭയങ്കര പ്രാർത്ഥന, പുസ്തകം നോക്കി പ്രാർത്ഥിക്കുന്നതാണ് സഭയുടെ പാരമ്പര്യം. പക്ഷേ ഈ പുസ്തകം നോക്കി പ്രാർത്ഥനക്കാരെല്ലാം ആവശ്യത്തിന് 1-2 കിലോ പുസ്തകം വെച്ച് എല്ലാ വീട്ടിലും ഉണ്ട്. ഒരു പുസ്തകത്തിനൊരു കുഴപ്പമില്ല. പള്ളി വന്നാൽ പള്ളി പുസ്തകം, വീട്ടിൽ പോയാൽ വീട്ടിൽ പുസ്തകം, മൊത്തം പുസ്തകം. ഇതിനൊന്നും പുസ്തകം പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനും ഫോളോ ചെയ്യണത് മിസ്സാൾ തന്നെയാണ് ഫോളോ ചെയ്യണത്. പക്ഷേ പ്രാർത്ഥിക്കുന്നതല്ല പ്രശ്നം. ഇവിടെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകമില്ലാത്തതാണ് പ്രശ്നം.
പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് അഭിഷേകമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതാണ് സംഭവം. ദൈവിക പുണ്യങ്ങളില്ലെങ്കിൽ, ദൈവിക പുണ്യങ്ങളല്ലാതെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് അഭിഷേകം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ദയവായി പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകമുണ്ടാകാൻ എന്നെ ദൈവിക പുണ്യങ്ങളാൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണം. ദൈവിക പുണ്യങ്ങളാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് അഭിഷേകം ഉണ്ടാകാൻ ദൈവിക പുണ്യങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. സ്വർഗീയ അവൻ്റെ കാരുണ്യം ഒരിക്കലും പറ്റിപ്പോയിട്ടില്ല. ഇപ്പോൾ നമ്മൾ 43:19 എഴുതി കാണിച്ചായിരുന്നു, ഡയസിൽ എഴുതി കാണിച്ചായിരുന്നു. ഐസയ്യാ 43:19, ഇതാ ഞാൻ പുതിയ ഒരു കാര്യം ചെയ്യുന്നു. സി ദിസ് ഈസ് ലോർഡ്, ഇതാണ് നിൻ്റെ ദൈവം. ഒരു പുതിയ കാര്യം, ഒരു പുതിയ കണ്ടുപിടുത്തം. അതായത് ആണികൾ വെക്കണം, 10 സ്ക്രൂ വെക്കണമെന്ന് പറഞ്ഞ നടുവെല്ലിന് കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്തിരിക്കുകയാണ്. എന്താണ്? കാൽഷ്യം ഫോർമേഷൻ ഉണ്ടാക്കിയിട്ട് നടുവെല്ലിനെ റിപ്പയർ ചെയ്യുകയാണ്. കാര്യം നടുവെല്ല് മുഴുവൻ കാൽഷ്യമാണ്, ഫോസ്ഫേറ്റും ഉണ്ട് അതിൻ്റെ അകത്ത്. ഈ കാൽഷ്യം ഫോസ്ഫേറ്റ് മുഴുവനും റിപ്പയർ ചെയ്ത്, അതുപോലെ തന്നെ ദൈവം എങ്ങനെ നിർമ്മിച്ചു, എങ്ങനെ അതിനെ സൃഷ്ടിച്ചു, ആ സൃഷ്ടിയെ വീണ്ടും ദൈവം പുനഃസൃഷ്ടി ചെയ്തിരിക്കുന്നു. ദൈവമൈതലേ, നിൻ്റെ ആത്മാവിന് മാത്രമല്ല നിൻ്റെ ശരീരത്തെയും നിൻ്റെ ദൈവം പുനഃസൃഷ്ടിക്കും. കൈ അടിച്ച് കർത്താവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴും എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം. എന്തുകൊണ്ടാണ് ഈ കാൽഷ്യം ഫോർമേഷൻ ഉണ്ടായത്? എന്തുകൊണ്ടാണ് സ്ക്രൂ ഇടേണ്ടി വരാതിരുന്നത്? എന്തുകൊണ്ടാണ് തളർന്നു പോകാതിരുന്നത്? നീ തളർന്ന് കിടക്കാൻ നിൻ്റെ കർത്താവ് ആഗ്രഹിക്കണില്ല എന്നുള്ള സത്യമാണ്. പക്ഷേ നീ തളർന്ന് കിടക്കാൻ നിൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സത്യമാണല്ലോ. സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത്. നമ്മൾ 5:6 പറയുന്നില്ലേ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ബെത്സയിദ കുളത്തിലെ കടവിലെ രോഗി തളർന്ന് കിടക്കുകയാണ്. അവൻ തളർന്ന് കിടക്കുകയാണ്. അവനോട് ചോദിക്കണേ എന്താണ്? അവൻ വിളിച്ചിട്ട് വന്നതല്ല ഈശോ ആ വഴിയെ പോയതുമല്ല ഈശോ. അവനോട് കിടക്കുന്നത് അവൻ കണ്ടു എന്നാണ് പറയണത്. ദാറ്റ് മീൻസ് അവനെ മാത്രം തിരക്കി നിൻ്റെ കർത്താവ് വന്നു. അതാണ് കർത്താവിൻ്റെ കാരുണ്യം. അതാണ് കർത്താവ് അവനെ മാത്രം തിരക്കി വന്നിട്ട് ചോദിച്ചു, ഡു യു ഓൾസോ വാണ്ട് ടു ഹീൽ? നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു? എത്ര പേര് സുഖം പ്രാപിക്കുന്നു ഈ കാലഘട്ടങ്ങളിലെ? ഡു യു ഓൾസോ വാണ്ട് ടു ഹീൽ? നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, ഈ വെള്ളം ഇളകുമ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഇതാണ് ഞാൻ കണ്ടത്. ഈ മെക്കാനിസം അനുസരിച്ചുകൊണ്ട്, ഈ വൈദ്യശാസ്ത്രം അനുസരിച്ചുകൊണ്ട് വെള്ളം ഇളകുമ്പോൾ അത് ആ ഇളകുന്ന വെള്ളത്തിൽ ചെന്ന് മുട്ടണം. അതിനുള്ള ത്രാണിയില്ല, സഹായിക്കാൻ ആരുമില്ല. ഇതൊരു മത്സരമായ സൗഖ്യമാണ്. മത്സരമാണ്. കാര്യം അവൻ പറയുന്നത് ഇതൊരു മത്സരമാണെന്ന് അവൻ പറയണത്. നമ്മൾ മത്സരത്തിൽ തോറ്റവരാണ് സഹോദരങ്ങളെ. തോറ്റവൻ്റെ കൂടെയാണ് നിൻ്റെ കർത്താവ്. ഓർക്കണം, നിന്നെ തിരക്കി വരും. ദൈവവേദനയെ നീ തോറ്റ ഏത് മത്സരം ആയിക്കോട്ടെ, വിദ്യാഭ്യാസമാകാൻ, സാമ്പത്തികമാകാൻ, തൊഴിൽപരമായ, ആരോഗ്യമാകാൻ, സൗന്ദര്യമാകാൻ, wherever you have defeated, the Lord will search after you. നിന്നെ തിരക്കി നിന്റെ കർത്താവ് വരും. കൈ അടിച്ച് കർത്താവ് ഇതാണ് സഹോദരങ്ങളെ ദൈവത്തിൻ്റെ മനസ്സ്. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് യോഹന്നാൻ 5:6 തറവാട് രോഗിയുടെ കർത്താവ് ചോദിക്കുന്നത്. എന്താണ്? നിനക്ക് സുഖം നൽകാൻ എനിക്കാഗ്രഹമുണ്ട്. ഇതാണ് വിഷയം. നിനക്ക് സൗഖ്യം നൽകാൻ, നിൻ്റെ അവസ്ഥ എന്തു തന്നെയായാലും, നിനക്ക് ആരുമില്ലെങ്കിലും, നീ പാപി ആണെങ്കിലും, നിനക്ക് യോഗ്യതയില്ലെങ്കിലും, യുവർ ഗോഡ് വിൽസ്, നിൻ്റെ ദൈവം നിന്നെ സൗഖ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നിന്നെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, നിന്നെ എല്ലാവിധ അവസ്ഥകളിൽ നിന്ന് കരകയറ്റാൻ നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. കൈ അടിച്ച് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിൻ്റെ ഓരോ ഉദ്യമങ്ങൾ പരാജയപ്പെടുമ്പോഴേ ആ പരാജയപ്പെടുന്ന വചനത്തിലൂടെ, അത് ചിലപ്പോൾ വ്യക്തികൾ കാലുമാറുന്നതാകാം, രാജ്യത്തിൻ്റെ നിയമങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൻ്റെ വിസ വിത്ത് ഹെൽഡ് ആകുന്നതാകാം, വാട്ട് എവർ മേ ബി ദ റീസൺ,
നീ പരാജയപ്പെടുന്ന ഇടങ്ങളിലെല്ലാം നീ തിരിച്ചറിയുന്ന ഒരു സത്യമാണ് നിനക്കാരുമില്ല എന്ന്. കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം ഉണ്ടായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ലക്ഷം പേർക്ക് ഇറ്റലിയിൽ നിന്ന് വിസ നിഷേധിച്ചിരിക്കുന്നു. ഒരാൾക്ക് മാത്രം വിസ കിട്ടി, അത് 15 വർഷത്തിനുള്ളിലേ. ആ സാക്ഷ്യമാണ് ഏറ്റവും അതിനേക്കാൾ ബെറ്ററായിട്ടുള്ളത്. 15 വർഷത്തിനുള്ളിൽ ആർക്കും ഇറ്റലി വിസ കൊടുത്തിട്ടില്ല. 12 ലക്ഷം പേര് വിസയ്ക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരാൾക്ക് മാത്രം വിസ കിട്ടി. ആരാണ്? ഉടമ്പടി ചെയ്ത ഒരാൾക്ക് മാത്രം. ഉടമ്പടി ചെയ്ത ഒറ്റ യോഗ്യതയാണ്. ദാറ്റ് മീൻസ് എന്താണ്? ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് പുതിയ കാര്യങ്ങൾ ചെയ്യും. നിനക്ക് വേണ്ടി മാത്രം രാജ്യത്തിന് നിയമങ്ങളുടെ ഇല്ലാത്ത പഴുതുകളുണ്ടാക്കി ദൈവം നിന്നെ വീണ്ടെടുക്കും. പക്ഷേ ദൈവപൈതലെ നീ വിശ്വസിക്കണം, ദൈവപൈതലെ നീ പ്രത്യാശിക്കണം. ദൈവപൈതലെ എല്ലാത്തിനേക്കുളുപരിയായി നിനക്ക് അനുഗ്രഹം ആവശ്യമുണ്ടോ എന്ന് തിരക്കി വരുന്ന ദൈവമാണ് ബൈബിളിലുള്ളത്. കാരണം എന്താണ്? അത് നിൻ്റെ അവകാശമാണെന്ന്. ഇപ്പം യോഹന്നാൻ 5:6 ചോദിക്കണത് എന്താണ്? തറവാതി രോഗിയോട് നിനക്ക് അനുഗ്രഹം ആവശ്യമുണ്ടോ? എന്താ കാരണം? നിനക്ക് അവകാശപ്പെട്ട അനുഗ്രഹം എൻ്റെ കയ്യിലുണ്ട്. അത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഐ ആം റെഡി ടു ഗീവ് യു. അത് ഞാൻ നിനക്ക് തരാം, ഞാൻ തയ്യാറാണ്. വൈ ഡോണ്ട് യു ആസ്ക്? നിനക്ക് എന്തുകൊണ്ട് ആസ്ക് ചെയ്യണം? നീ എന്ത് ചോദിക്കുന്നില്ല? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കാരുമില്ല. ദാറ്റ്സ് ഇനഫ്. എൻ്റെ ദൈവവേദന എവിടെയെങ്കിലും രാജ്യത്തിൻ്റെ നിയമങ്ങൾ നിനക്കെതിരെ തിരിയുമ്പോൾ നിനക്ക് പറയാൻ കഴിയണം, എനിക്കാരുമില്ല, നിയമം എനിക്കെതിരെ മാറുന്നു. ഇവിടെ പല ജാമ്യം കിട്ടാത്ത കേസുകളും അമ്മ ജാമ്യം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, കുറ്റവാളികളെ സംരക്ഷിക്കുകയാണോ? ഇല്ല, കുറ്റവാളികളെ സംരക്ഷിക്കാതിരിക്കാനാണ് അവനെ അമ്മ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ പറയും, നിനക്ക് ജാമ്യം അമ്മ വാങ്ങിച്ചു തരും, പക്ഷേ മേലിൽ നീ പാപം ചെയ്യരുത്. അത്രയേ ഉള്ളൂ കാര്യം. എവിടെയെങ്കിലും നിനക്ക് നിൻ്റെ വഴികളിലെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്കാരുമില്ലെന്ന് കർത്താവിനോട് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനുള്ള പ്രാർത്ഥനയുടെ സാഹചര്യങ്ങളാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ദൈവവേദന നിയമത്തിൻ്റെ പ്രാതികൂല്യങ്ങളാകട്ടെ, ബാങ്ക് ലോൺ തരാതിരിക്കണ അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായത്. എന്ന് വെച്ചാൽ പ്രശ്നം വെച്ചാൽ കട്ടൻ്റെ ഇടയുടെ പറഞ്ഞാൽ നിങ്ങൾ ബാങ്ക് തരത്തില്ല, ലോൺ തരത്തില്ല, സബ്സിഡിയുള്ള ലോൺ തരത്തില്ല. പക്ഷേ അയാൾക്ക് 10 ദിവസമേ ഉള്ളൂ. ചെങ്ങന്നൂരുകാരനാണ്. പോണ വഴിക്ക് അന്ന് എന്നെ കണ്ടെന്നാണ് പറയണത്. ഞാനൊരു കാശിന് വെഞ്ചരിച്ച് കർത്താവിൻ്റെ നാമത്തിൽ കൊടുത്ത് പറയാൻ നോ പ്രോബ്ലം. 12 വർഷമായി വീട് പണിയാൻ ആഗ്രഹിക്കണത്. നോ പ്രോബ്ലം, ഈ വർഷം നീ വീട് പണിയുമെന്ന് പറയും. അപ്പോഴോ വൈഫിനോട് അയാൾ ചോദിക്കും, എങ്ങനെ വീട് പണിയും? ബാങ്ക് തരണില്ലല്ലോ ലോൺ. 10 ദിവസം ഇല്ലാത്ത 5 ദിവസം പോയല്ലോ, 5 ദിവസമല്ലേ ഉള്ളൂ, എങ്ങനെ വീട് പണിയും? അപ്പോൾ വൈഫ് പറഞ്ഞു കൊടുക്കും, അച്ഛൻ പറഞ്ഞതല്ലേ, മാതാവ് പറഞ്ഞതായിരിക്കും. അത് വൈഫിൻ്റെ വിശ്വാസമാണ്. ഇതാണ് വിശ്വാസം. അതായത് നമുക്ക് ഒരു സ്ത്രീധനമെന്ന് പറഞ്ഞ് നിങ്ങൾ കോടികൾ വാങ്ങിക്കും, ഒരു കഥയുമില്ല. വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടിയാൽ അത് തന്നെയാണ് സ്ത്രീധനം. വേറെ ഒന്നും സ്ത്രീധനം ഇല്ല. വിശ്വാസമുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടിയാൽ മതി. അത് ഹസ്ബൻഡായാലും വൈഫായാലും. അവൾ പറഞ്ഞു കൊടുത്ത്, അച്ഛൻ പറഞ്ഞതല്ലേ. തീർച്ചയായും സാക്ഷ്യം നിങ്ങൾ കേട്ടോ, നല്ല രസമാണ് കേൾക്കാൻ. ചെന്നൊരു സാക്ഷ്യം. അതായത് പിന്നീട് ഇവർ ബാങ്കിലോട്ട് ചെല്ലുമ്പോൾ സെയിം ആ മാനേജർ മാറിയിട്ടില്ല, അയാളവിടെ ഇരിക്കുകയാണ്. അയാളെ കണ്ട പറഞ്ഞ് അഭിവാദനം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദനം ചെയ്തു. എന്താ പ്രശ്നം? സാറേ അന്ന് പറഞ്ഞ ലോണിൽ വന്നാൽ ഇറ്റ്സ് ഓക്കെ, ക്ലിയർ ആണല്ലോ നിങ്ങളുടെ ലോൺ. നിങ്ങൾ പേപ്പർ ഒന്നും കാണേണ്ടത്. പേപ്പർ പണ്ട് ഓക്കെ ആകാറുന്ന പേപ്പർ ഇപ്പം നോക്കിയപ്പോൾ എല്ലാം ഓക്കെ ആയി. പണ്ടെന്നല്ല, 3 ദിവസം മുമ്പ് ഓക്കെ ആകാറുന്ന പേപ്പറാണ്, ഇപ്പം നോക്കിയപ്പോൾ ഓക്കെ ആയി. എന്താ? നിൻ്റെ അമ്മ, പരിശുദ്ധ അമ്മ ദൈവതിരുസന്നിധിയിൽ പറഞ്ഞ് അത് ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നിന്റെ പേപ്പറുകളെല്ലാം ഓക്കെ ആയിരിക്കും. ശ്രുതികട്ടെ. അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉടമ്പടി പുതുക്കാൻ വരുന്ന ആൾക്കാരെല്ലാം ഉടമ്പടി തൈലം വാങ്ങിക്കാൻ വേണ്ടിയാണ് ചില ആൾക്കാർ പുതുക്കാൻ വരുന്നത്. എല്ലാവരും ഒന്നും ഞാൻ പറയണില്ല, പക്ഷെ അതല്ല, ഉടമ്പടിയാണ് ദൈവദർശനം പുതുക്കണത്. നിൻ്റെ പരിശുദ്ധ പ്രവർത്തനങ്ങൾ, നിൻ്റെ വിശുദ്ധ ജീവിതം, നിൻ്റെ പരിശുദ്ധ കുർബാന, നിൻ്റെ കുംഭസാരം, അക്രൈസ്തവ സഹോദരങ്ങളാണെങ്കിൽ വിശുദ്ധിയോടെയുള്ള അവരുടെ ജീവിതവും, മനുഷ്യരെ സ്നേഹിച്ചുകൊണ്ടും രോഗികളോട് കാരുണ്യം കാണിച്ചുകൊണ്ടും പരിശുദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ടും ഉടമ്പടിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു മനുഷ്യനെ ഒരു ദൈവ പൈതലാക്കി മാറ്റുന്നതാണ് ഉടമ്പടി. അത് വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ.
അത് അവകാശമാണ് നമ്മുടെ. അതുകൊണ്ടാണ് 1 പത്രോസിൻ്റെ 3:10 പറയണത്. എന്താ പറയണത്? അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളതെങ്കിൽ. അതായത് ദൈവത്തിൻ്റെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ അവകാശമാണ്. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്, നിൻ്റെ അവകാശമായ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടല്ലോ, അത് നിനക്ക് വേണ്ടേ? അതാണ് യോഹന്നാൻ 5:6. എന്താണ്? സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? അനുഗ്രഹം ദൈവത്തിൻ്റെ ഔദാര്യമല്ല, അനുഗ്രഹം നിൻ്റെ അവകാശമാണ്. അത് വാങ്ങിക്കാൻ ആവശ്യമായ വിശ്വാസം, വിശ്വസ്തത, അതാണ് ഉടമ്പടി നിങ്ങൾക്ക് നൽകണത്. ഉടമ്പടി പുതുക്കുന്നവരെ പഴയ ഉടമ്പടി എടുത്ത സമയത്തുണ്ടായിരുന്ന മുഴുവൻ ദൈവത്തോട് ചെയ്ത ഉത്തരവാദിത്തങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ രോഗി സന്ദർശനങ്ങൾ, അതുപോലെ തന്നെ പാവപ്പെട്ടവനെ സഹായിക്കുന്നത്, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നത്, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അതെല്ലാമാണ് ഇതിൻ്റെ ആധ്യാത്മികത, അന്തഃസത്ത എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ചൈതന്യം. അത് കർത്താവിൻ്റെ നാമത്തിൽ പുനഃസ്ഥാപിച്ച് കഴിയുമ്പോൾ നിൻ്റെ അനുഗ്രഹം നിനക്ക് അവകാശമാകണം. ആക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. അനുഗ്രഹത്തിന്റെ അവകാശമാണ്. ആരാധന, ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ലോകമാസകലമുള്ള എല്ലാ രോഗികളെയും, വേദന അനുഭവിക്കുന്നവൻ, ദുരിതം അനുഭവിക്കുന്നവരും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എല്ലാ കൊറോണ വൈറസ് രോഗികളെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആവേ 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 മരിയ ആവേ